ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകുന്ന വിധം കക്കാട് മുഹമ്മദ് ഫൈസി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ തെറ്റായ ആശയങ്ങൾ ഈ അടുത്ത് അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തെ പിന്തുണച്ച് സംസാരിച്ച നാസിർ മഅദനിയുടെയും കക്കാട് ഫൈസിയുടെയും പ്രസംഗം കേട്ട് പല സുഹൃത്തുക്കളും അതിനെ സംബന്ധിച്ച് ഒരു ചെറിയ വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് അള്ളാഹുവിന്റെ വജ്ഹിനെ കരുതി ആ പ്രസംഗിച്ച രണ്ടുപേരും കൂടി വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് സത്യം കണ്ടെത്തി തെറ്റ് തിരുത്തണം എന്ന ആഗ്രഹത്തോടുകൂടി നടത്തുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ പരിപാടി. അതുകൊണ്ട് തന്നെ ഇതൊരു വിപുലമായ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളൊന്നും നടത്താതെ ഇതിന്റെ CD പുറത്തിറക്കി വീട്ടിലിരുന്ന് എല്ലാവർക്കും കേൾക്കാനുള്ള സംവിധാനം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ സ്ഥാപനത്തിലെ അല്പം വിദ്യാർത്ഥികളും ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും മറ്റും അറിഞ്ഞു കൂടിയിട്ടുള്ള ചുരുക്കം സാധാരണക്കാരും മാത്രമേ ഈ സദസ്സിൽ ഉള്ളൂ. നാം അങ്ങനെ ഒരു പരിപാടി മാത്രമേ ഉദ്ദേശിച്ചിട്ടും ഉള്ളൂ. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി പറഞ്ഞ ഒരു വിഷയം, ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന السمع والبصر والفؤاد كل اولئك كان عنه مسؤولا. അറിയാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ചും നാം തീരുമാനം പറയരുത്, നാം സംസാരിക്കരുത്. കാതും കണ്ണും ഹൃദയവും എല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. ഈ ബോധം എല്ലാ പ്രബോധകർക്കും പ്രബോധിതർക്കും ഉണ്ടാകൽ അനിവാര്യമാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏത് വാചകം ആര് ഉച്ചരിക്കുന്നുണ്ടെങ്കിലും ആ വാചകങ്ങളെല്ലാം റഖീബ് അതീദ് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധവും എല്ലാവർക്കും ഉണ്ടായിരിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരു മനുഷ്യൻ പറയുന്നത് കളവാകാൻ കേൾക്കുന്നതൊക്കെ പറയുക, കേൾക്കുന്നതൊക്കെ പ്രസംഗിക്കുക, അത് കളവ് വന്നുകൂടാൻ ഏറ്റവും വലിയ കാരണമായി തീരും. ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും വളരെ വിശദമായും ഗാഢമായും പഠിച്ചതിന് ശേഷം മാത്രമേ പ്രത്യേകിച്ചും ദീനിയായ കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും ആർക്കും അനുവദനീയമാവുകയുള്ളൂ. നാം നമ്മുടെ ദീൻ, അത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ഇസ്ലാം അല്ലാത്തതിനെ വല്ലവനും ദീനായി മതമായി തേടിയാൽ അല്ലാഹുവിങ്കിൽ നിന്ന് അതിന് സ്വീകാര്യത ലഭിക്കുകയില്ല. ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഖുദൂന ദീനകും. ഇമാം ദാരിമിയുടെ റിപ്പോർട്ടിൽ കാണാം, ഈ ഇൽമ്, ഇസ്ലാമിന്റെ വിജ്ഞാനം, അത് ദീനാണ്. അത് ആരിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം. അവർ എത്രത്തോളം ആ വിഷയം പറയാൻ യോഗ്യരും അർഹരുമാണ്, എത്രത്തോളം വിശ്വസ്തരാണ് എന്ന് ഗ്രഹിക്കാതെ അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് സ്വീകരിക്കാനുള്ളതല്ല. ഈ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം.
ഞാൻ ത്വരീഖത്ത്, ശരീഅത്ത്, ഹഖീഖത്ത് എന്നിങ്ങനെ സാങ്കേതികമായും അല്ലാതെയും പറയപ്പെടുന്ന വാചകങ്ങളും അതിന്റെ വിശദീകരണങ്ങളും ഒന്നും പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. പലപ്പോഴായി അതിനെ സംബന്ധിച്ചൊക്കെ ധാരാളം സ്റ്റേജുകളിൽ ധാരാളം പണ്ഡിതന്മാര് സംസാരിച്ചിട്ടുണ്ട്. വിനീതനായ ഞാനും ത്വരീഖത്ത് ഒരു നിമിഷം, ത്വരീഖത്ത് വീണ്ടും എന്നൊക്കെ തുടങ്ങി ഒരുപാട് പേരുകളിൽ ത്വരീഖത്തിനെ സംബന്ധിച്ച് വിശദമായ പ്രസംഗങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ പ്രസംഗത്തിന്റെ കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അടുത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സർവ്വ ആലിമീങ്ങളെയും അവർ കൂടുതൽ ആലോചിക്കാതെ തീരുമാനമെടുക്കുന്നവരാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ വരുത്തി തീർക്കുന്ന വിധം ഇറങ്ങിയ കക്കാട് ഫൈസിയുടെയും മാദനിയുടെയും പ്രസംഗത്തിനെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഞാൻ ആദ്യമായി പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണം അല്ലാഹ്. ആ വഴി ഏതാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാര് നടന്നു വന്ന വഴി. ഇതാണ് വാസ്തവത്തിൽ മഹാന്മാരുടെ ത്വരീഖത്ത് എന്ന് പറയുന്നത്. മഹാന്മാർ നടന്നു വന്ന വഴി, അവരുടെ മാർഗം, അവര് പഠിപ്പിച്ച ആശയം, അവര് പഠിപ്പിച്ച തത്വം, അത് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കലാണ് വാസ്തവത്തിൽ ത്വരീഖത്തനുസരിച്ച് ജീവിക്കൽ. മഹാന്മാരുടെ ത്വരീഖത്തനുസരിച്ച് ജീവിക്കൽ, വഴി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെ ജീവിക്കുമ്പോൾ കുട്ടിക്കാലം മുതലേ ഒരു ഗുരുവിന്റെ ശിഷ്യത്വത്തിലും ശിക്ഷണത്തിലുമായിട്ടാണ് ഒരു മുസ്ലിം വളരുക, ഉയരുക. മദ്രസയിൽ കൊണ്ടുപോയി നമ്മൾ കുട്ടികളെ ചേർക്കുന്ന സമയത്ത് തന്നെ മദ്രസയിലെ ഉസ്താദുമാർ ആ കുട്ടികളുടെ ഗുരുക്കളാണ്, ഗുരുനാഥന്മാരാണ്. അവിടുന്ന് മേൽപോട്ട് അവന് എത്രത്തോളം അറിവ് വർദ്ധിച്ച് വരുന്നുണ്ടോ അത്രത്തോളം അവന് കൂടുതൽ വിവരമുള്ള ഗുരുനാഥന്മാരും ആവശ്യമായി വന്നുകൊണ്ടേ ഇരിക്കും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ മുഅ്മിനു മൻ ഹാജറ ലിനഫ്സിഹി യസ്ഹബു ശൈഖൻ യുഅദ്ദിബുഹു വയുഅല്ലിമുഹു. ഒരു ഗുരുനാഥൻ ഒരു മുഅ്മിനായ മനുഷ്യനെ ശിക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുരുനാഥന്റെ കീഴിലാണ് ഏതൊരു മുഅ്മിനും വളരുക. ലാ യസാലു ഫി തഅലീമി മിൻ ഹാലി സിഗ്രിഹി ഇലാ അൻ യമൂത ഫീ അവ്വലി ഹാലിഹി. മരണം വരെ കുട്ടിക്കാലം മുതൽ അവൻ പഠിപ്പിക്കുന്നതിലും പഠിക്കുന്നതിലുമായിരിക്കും. അൽ മുഖ്രിഉ യഹ്ഫിളുഹു കിതാബല്ലാഹി അസ്സ വജൽ. ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ് ആദ്യം ഖുർആൻ അദ്ദേഹത്തെ പാഠമാക്കി കൊടുക്കും. വഫീ സാനി ഹാലിഹി, അവിടുന്ന് മേൽപോട്ട് ഉയർന്ന് പഠിച്ച് വളർന്നാൽ അൽ ആലിമു യുഅല്ലിമുഹു സുന്നത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിവരമുള്ള ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പഠിപ്പിക്കും. അങ്ങനെ വമഅ ദാലിക തൗഫീഖു മുലാസിമുൻ ലഹു യഅമലു ബിമാ യഅലമു ഫയുഖർരിബുഹുൽ അമലു ഇലൽ ഹഖ് അസ്സ വജൽ. അതോടുകൂടി പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മഹാഭാഗ്യവും തൗഫീഖും ഒരാൾക്കുണ്ടാകുമ്പോൾ ആ സൽക്കർമ്മം അവനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. കുല്ലമാ അമില ബിമാ യഅലം, പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഔറസഹുല്ലാഹു അസ്സ വജല്ല ഇൽമ മാ ലം യഅലം, അറിയാത്ത പല അറിവുകളും അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായി നൽകും. ഇമാം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുർ റബ്ബാനിയിൽ പറഞ്ഞു. അപ്പൊ എപ്പോഴും ഒരു ഗുരുനാഥന്റെ കീഴിൽ പഠിച്ചുകൊണ്ടും വളർന്നുകൊണ്ടും ഇരിക്കുന്നവനാണ്